കാശ്മീരിനെയും മണിപ്പൂരിനെയും കുറിച്ച് യുഎൻ മനുഷ്യാവകാശ സമിതി മേധാവി വോൾക്കർ ടർക്ക് നടത്തിയ പരാമർശങ്ങളോട് ശക്തമായി പ്രതികരിച്ചു ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഊർജ്ജസ്വലവും ബഹുസ്വരവുമായ സമൂഹമായി തുടരുകയാണെന്ന് യുഎന്നിലെ ഇന്ത്യൻ പ്രതിനിധി അനിന്ദം ബാഗ്ചി പറഞ്ഞു. യുഎൻ മനുഷ്യാവകാശ സമിതിയുടെ 58ാമത് റെഗുലർ സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ മണിപ്പൂരിലെയും കശ്മീരിലെയും സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ടർക്ക് രംഗത്തെത്തിയിരുന്നു. മണിപ്പൂരിലെ ആക്രമണങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശത്തെ അടിസ്ഥാനമാക്കിയാകണം പരിഹാരമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. കശ്മീരിൽ മനുഷ്യാവകാശ പ്രവർത്തകരും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും നേരിടുന്ന വിഷയങ്ങളിലും അദ്ദേഹം ആശങ്ക ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു ബാഗ്ചി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആരോഗ്യകരവും ഊർജ്ജസ്വലവും ബഹുസ്വരവുമായ ഒരു സമൂഹമായി തുടരുന്നു. ടർക്ക് ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയകരമായ നടത്തിപ്പിനെയും ബാഗ്ചി പരാമർശിച്ചു. ഒരു വർഷത്തിനിടെ ജമ്മു കാശ്മീർ കൂടുതൽ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും സമഗ്രമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ മാർച്ച് 8 മുതൽ മണിപ്പൂരിലെ എല്ലാ നിരത്തുകളിലും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകി. റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുവാനും അമിത് ഷാ നിർദ്ദേശിച്ചു. സംഘർഷബാധിതമായ മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ സംബന്ധിച്ച് അമിത് ഷായുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഉന്നതതല യോഗം നടത്തിയിരുന്നു. 2023 മെയ് മുതൽ സംഘർഷാവസ്ഥ തുടരുന്ന മണിപ്പൂരിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തത്. ഗോത്രവിഭാഗങ്ങൾ നടത്തിവരുന്ന പ്രതിഷേധങ്ങളുടെ ആദ്യഘട്ടത്തിൽ ആയിരക്കണക്കിന് ആയുധങ്ങളാണ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അപഹരിക്കപ്പെട്ടത്. ഈ ആയുധങ്ങൾ അധികൃതരുടെ കൈവശം മടക്കിയെത്തിക്കാനും മണിപ്പൂരിന്റെ ആഭ്യന്തരാവസ്ഥ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടർന്നു വരികയാണ്. ഫെബ്രുവരി 3 മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് രാജിവെച്ചതോടെയാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്.